സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിനോട് സംസാരിക്കുകയാണ് നടൻ ശ്രീനിവാസൻ. ഞാൻ എഴുതി മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കഥ പറയുമ്പോൾ സിനിമയുടെ തമിഴ് പതിപ്പിൽ രജനീകാന്താണ് അഭിനയിച്ചത്. അതിനായുള്ള ചർച്ചകൾക്കായി പിന്നീട് ഞങ്ങൾ കണ്ടു സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വീട്ടിലും ഓഫീസിലും പോയിട്ടുണ്ട്. ഞാനും വിനീതും ധ്യാനും കൂടിയാണ് അദ്ദേഹത്തിന്റെ ലിബർട്ടി തിയേറ്ററിനടുത്തുള്ള ഓഫീസിൽ പോയത്. പ്രിയദർശന്റെ മദ്രാസിലെ സ്റ്റുഡിയോയിൽ വെച്ചാണ് രജനി കഥ പറയുമ്പോൾ സിനിമ കാണുന്നത്. സെവൻ ആർട്സ് വിജയകുമാർ രജനി സിനിമ കാണാൻ വന്ന വിവരം എന്നെ അറിയിച്ചു. സിനിമ കഴിയുമ്പോഴേക്കും എത്താൻ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അവർ സിനിമ കണ്ടിറങ്ങി വരുന്ന വഴിയിൽ നിന്നു. സിനിമ കണ്ട് കണ്ണു നിറഞ്ഞ് പുറത്തിറങ്ങിയ രജനി എന്നെ അടുത്ത മുറിയിലേക്ക് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി വൈകാരികമായി സംസാരിച്ചു. വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ ഉലച്ചിരിക്കണം. ഇങ്ങനെ എഴുതാൻ അറിയാമോ എന്ന് അന്ന് പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. പഠിക്കുന്ന കാലത്ത് എഴുതാൻ പറ്റുന്ന കാര്യം എനിക്ക് തന്നെ അറിയില്ലെന്നാണ് ഞാൻ മറുപടി പറഞ്ഞു. ഒരു സമയത്ത് ഒരു സിനിമ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് കഥ പറയുമ്പോഴിന്റെ തമിഴ് പതിപ്പിൽ നിന്നും രജനി മാറാൻ ശ്രമിച്ചുവെങ്കിലും ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ ആ സിനിമയിലേക്ക് കൊണ്ടുവന്നു. കുസേലൻ സിനിമയുടെ ചിത്രീകരണം കാണാൻ കുടുംബസമേതമാണ് ഞാൻ സെറ്റിൽ പോയത്, ശ്രീനിവാസൻ പറഞ്ഞു.